ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായിട്ട് പഠിക്കേണ്ട മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്, അല്ലെങ്കിൽ പൂർണ്ണക്കിട മത്സര കമ്പോളം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 8 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് 1 മാർക്കിന് ചോദ്യം എന്ന് എങ്ങനെ ഇരിക്കും? അങ്ങനെ ഉള്ള ഒരു മോഡൽ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ 1 മാത്രമേ ശരിയുത്തുള്ളൂ. ചോദ്യം എന്താ നമുക്ക് നോക്കാം. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അഥവാ നമ്മുടെ പൂർണ്ണക്കിട മത്സര കമ്പോളം ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഈ പറഞ്ഞതിൽ ഏതാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, 2ഉം തെറ്റാണ്. കാരണം എന്ന് പറയുന്നത് ഒരിക്കലും AR കർവും MR കർവും തമ്മിലുള്ള റിലേഷൻ എന്താവുന്നില്ല, ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിട്ട് മാറുന്നില്ല. അതെന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലൈൻ എന്തായിരിക്കും? ആവറേജ് റവന്യൂവിനും അതുപോലെ മാർജിൻ റവന്യൂവിനൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധം പഠിച്ചു വെക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ആഗ്രിഗേറ്റ് മണി സപ്ലൈ? ഇത് മാക്രോയിലെ 3rd ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. മാക്രോയിലെ 3rd ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ആഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറയുമ്പോൾ മണി സപ്ലൈയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് M1 എന്നും M2 എന്നും M3 എന്നും ആൻഡ് M4 എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഈ 4 എണ്ണത്തിൽ നമ്മുടെ ഈ പറഞ്ഞ മണി സപ്ലൈ ആയിട്ട് വരുന്നതാണ് ആഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ M3 ആണ്. അഥവാ നമ്മുടെ ഉത്തരം ഏത് വരിക? ഈ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരിക. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട മറ്റ് 2 കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാനിവിടെ ചേർക്കുകയാണ്. ഈ M1 ആണ് എന്തറിയപ്പെടുന്നത്? നാരോ മണി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നാരോ മണി എന്നറിയപ്പെടുന്നത്. എന്നാൽ M1 മാത്രമാണോ? അല്ല, M2 കൂടി എന്ത് ചെയ്യാറുണ്ട്? നമ്മളതിൽ പറയാറുണ്ട്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ M4നെയും M3യെയും ചേർത്തിട്ട് നമ്മൾ പറയുന്നവരാണ് ബ്രോഡ് മണി എന്നും പറയാറുണ്ട്. ഓക്കെ, ബ്രോഡ് മണി എന്നും പറയാറുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്ററും മാക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞ് ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യമായിട്ട് വരും. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ബൈ.